കോഴിക്കോട് വടകരയിൽ മാടാക്കര പള്ളിയിൽ സംഘർഷം. പള്ളി കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് സംഘർഷം. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇടപെട്ട പരിഹാരം കണ്ടിരുന്നെങ്കിലും വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. പോലീസ് ഇരുവിഭാഗത്തെയും പിരിച്ചുവിട്ടു. സമീർ സി മുഹമ്മദിന്റെ വാർത്തയുടെ വിവരങ്ങളുമായി. സമീർ, തങ്ങളൊക്കെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു എന്നല്ലേ പറയുന്നത്? പിന്നെ എന്താണ് ഇന്നത്തെ പ്രശ്നം? വിനിഷ, 2 വർഷത്തോളമായി പാടാക്കര പള്ളിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാടാക്കര പള്ളിയിലെ കമ്മിറ്റിയും അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. ഈ വിഷയത്തിന്റെ ഇതിന്റെ അവിടുത്തെ ഖത്തീബിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉള്ളത് അബ്ദുറഹിമാൻ ഫൈസി പൊന്മള എന്ന വ്യക്തിയാണ് അവിടുത്തെ ഖത്തീബായി തുടരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് പാണക്കാട് കുടുംബം ഇടപെട്ടുകൊണ്ട് പരിഹാരം കണ്ടിരുന്നത്. അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ അദ്ദേഹത്തെ റമദാനിലെ ജുമുഅക്ക് അനുവദിച്ചുകൊണ്ട് പാണക്കാട് കുടുംബം അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൽപ്പിച്ചു. അതിനുശേഷവും പക്ഷേ അദ്ദേഹം തുടരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നബിദിനമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി 8 മണിയോടുകൂടെ അവിടെ മൗലിദ് പാരായണം ഉണ്ടായിരുന്നു. അതിന് ഈ ഉസ്താദ് നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിന് അനുമതിയില്ല എന്നും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വെച്ചു. അതേസമയം അതിന്റെ ആവശ്യമില്ല, അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകണം എന്ന് പള്ളി കമ്മിറ്റിയും ആ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം സങ്കീർണമായി തന്നെ തുടരുകയാണ്. പിന്നീട് പോലീസ് എത്തിക്കൊണ്ട് ഇരുവിഭാഗത്തെയും ലാത്തി വീശി അവിടുന്ന് ഓടിച്ചതിന് ശേഷമാണ് ആ രംഗം ശാന്തമായത്. നിലവിൽ ചോമ്പാല പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിനീഷ.